ആശിച്ച് മോഹിച്ച് ബീച്ചിൽ പോയിട്ട് കാലുടുക്കിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഞങ്ങൾ 4 മണിയായപ്പോൾ ബീച്ചിലെത്തി. ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. എവിടെ പോയാലും നമ്മൾ ആദ്യം ക്യാമറ ഓണാക്കുമല്ലോ. അതുപോലെ തന്നെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ കടലിൽ അങ്ങനെ ഒത്തിരി നേരം ഞങ്ങൾ കളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു. പിന്നെ റീൽസ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ. ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കേട്ട് സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡിന് അത് ഒത്തിരി അങ്ങ് ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. പിന്നെ അപ്പുക്കുട്ടൻ എന്നും പറയുമായിരുന്നു സ്ട്രെസ്സ് മാറാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടെക്നിക്ക് പറഞ്ഞു തരാമായിരുന്നു. അത് ഇന്നാണ് എനിക്ക് പറഞ്ഞു തന്നത്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ശരിക്കും വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. പിന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ല രസമാണ്, ഭയങ്കര ഫണ്ണാണ്. ഞങ്ങൾ ഏത് ബീച്ചിലാണ് പോയതെന്ന് പറയാൻ പറഞ്ഞത്. തുമ്പ ബീച്ചിലാണ് ഞങ്ങൾ പോയത്. തിരിച്ച് ഞങ്ങൾ തുമ്പ മുതൽ കാര്യവട്ടം വരെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഫ്രണ്ട്സുമായിട്ട് കൂടെ നടക്കുമ്പോൾ ഭയങ്കര ചില്ലിങ് ആയിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞു പോകുന്നപ്പോൾ ദൂരമൊന്നും അറിഞ്ഞില്ല. എവിടെ പോയാലും നമുക്ക് ഫുഡ് മെയിനാണല്ലോ. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ചില്ലീസിൽ കയറി. കുഴിമന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. 10 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി വന്നപ്പോഴേക്കും എനിക്ക് കാലിൻ്റെ ചെറിയ വേദനയൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് തോന്നുന്നത് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഒത്തിരി ദൂരം നടന്നിട്ടായിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്